സോ വെൽക്കം ഓൾ. സോ നമുക്കിനി 3 ടോപ്പിക്ക് ബാക്കിയുണ്ട്. ഒന്ന് UPS ആണ്, ദെൻ 3 phase ഇൻവെർട്ടർ, ദെൻ സ്പേസ് വെക്ടർ മോഡുലേഷൻ. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ, അതാണ് നമ്മുടെ UPS. അറിയാലോ എന്താണെന്നുള്ളത്. UPS is an electrical apparatus that provides emergency to a load when the input power source, typically മെയിൻ പവർ ഫെയിൽസ്. അതായത് മെയിൻ പവർ ഫെയിൽ ആവുന്ന സമയത്ത് ക്രിട്ടിക്കൽ ലോഡിൽ പവർ സപ്ലൈ ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് ആണ് UPS. ആൻഡ് UPS ഡിഫർ ഫ്രം ഓക്സിലറി ഓർ എമർജൻസി പവർ സിസ്റ്റം ഓർ സ്റ്റാൻഡ് ബൈ ജനറേറ്റർ in that it will provide near instantaneous protection from input power interruptions by supplying energy stored in batteries, supercapacitors or flywheels. അതായത് നോർമൽ കേസിൽ ഇപ്പോൾ ഒരു ജനറേറ്ററും ഈ UPS തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താ? അതായത് ഈ UPSൽ നമുക്കിപ്പം പവർ ഫ്ലക്ച്വേഷൻസോ അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആ ഇൻസ്ട്രുമെന്റിന് ഒരു പ്രൊട്ടക്ഷൻ നൽകും. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഇപ്പം അതുപോലെ ഈ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ വലിയൊരു പവർ ഫ്ലക്ച്വേഷൻസ് വന്നാൽ ജനറേറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ it will damage that equipment. But in the case of UPS, it will be providing an extra protection, near instantaneous protection from input power interruptions by supplying energy stored in batteries, supercapacitors or flywheel. ഇവിടെ energy store ചെയ്യുന്നത് either in batteries, supercapacitors or flywheels. Okay, and also the on time of ബാറ്ററി റൺ ടൈം, അതായത് UPSലെ ബാറ്ററി റൺ ടൈം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഈ കേസിൽ. അതായത് നോർമലി ഇപ്പോൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബാറ്ററി ലൈഫ് ടൈം ഇറ്റ് വിൽ ബി റിലേറ്റീവ്ലി ഷോർട്ട്. അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ വർക്ക് സേവ് ചെയ്തിട്ട് ഓഫ് ചെയ്യുക, അത്രയൊക്കെ അതിനുള്ള ഒരു ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ലാർജർ അപ്ലിക്കേഷൻ, വലിയ അപ്ലിക്കേഷൻസിലൊക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ മണിക്കൂറുകളൊക്കെ പവർ സപ്ലൈ ആണെങ്കിൽ അത്രയും കപ്പാസിറ്റി ഉള്ള ബാറ്ററി അല്ലെങ്കിൽ സൂപ്പർ കപ്പാസിറ്റേഴ്സ് ഓർ ഫ്ലൈ വീൽസ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നോർമലി ഇൻ കേസ് ഓഫ് ഹൗസ് ഹോൾഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ UPSും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ബാറ്ററി കപ്പാസിറ്റി വിൽ ബി ലെസ്. ഓൾസോ UPS is typically used to protect hardware such as computer, data centers, telecommunications equipments where an unexpected power disruption could cause injuries, fatalities, serious business disruption or data loss. അതായത് പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ പവർ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിട്ടിക്കൽ ലോഡൊക്കെ ആണെങ്കിൽ പവർ അങ്ങനെ പെട്ടെന്ന് പോകാൻ പാടില്ല. മേ ബി ഇറ്റ് വിൽ കോസ് ഡാമേജ് ടു ദാറ്റ് എക്യുപ്മെൻറ്റ്. സോ ആ കേസിൽ ഈ UPS അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ പെട്ടെന്നുള്ള ഒരു സ്പൈക്ക്, ഈ വോൾട്ടേജിൽ ഒരു സ്പൈക്ക് വരിക അല്ലെങ്കിൽ ഒരു ഇടിമിന്നൽ പെട്ടെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമ്മുടെ എക്യുപ്മെന്റ്സിനെ റെഗുലേറ്റഡ് പവർ സപ്ലൈ കൊണ്ട് നമ്മുടെ UPS ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഓൾസോ UPS generally protects a computer against 4 different problems. That is, one is voltage surges and spikes. അതായത് നേരെ പറഞ്ഞല്ലോ, ലൈൻ വോൾട്ടേജ് കൂടുന്ന സമയത്ത്, അതുപോലെ ലൈൻ വോൾട്ടേജ് കുറയുന്ന സമയത്ത്. ഈ ലൈൻ വോൾട്ടേജ് കൂടുന്ന സമയത്തും ലൈൻ വോൾട്ടേജ് കുറയുന്ന സമയത്തും എന്താ ചെയ്യുന്നത്? ഇതിനുള്ളിൽ ഇൻവെർട്ടർ ഉണ്ട്, അതുപോലെ റെക്ടിഫയർ ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് അതൊരു റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ് നമ്മുടെ ക്രിട്ടിക്കൽ ലോഡിന് കൊടുക്കുന്നത്. ദെൻ ടോട്ടൽ പവർ ഫെയിലിയർ വരുന്ന സമയത്ത് അതിനകത്തുള്ള ബാറ്ററി വെച്ചിട്ട് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ലോഡ് വർക്ക് ചെയ്യും. ദെൻ ഫ്രീക്വൻസി ഡിഫറൻസ്, ഇപ്പം നമ്മുടെ നോർമൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 to 60 ഹെർട്സ് ആണ്. ആ ഫ്രീക്വൻസിയിൽ നിന്നുള്ള വേറെ ഏതെങ്കിലും ഫ്രീക്വൻസിയിലേക്ക് വേരി ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്തും നമ്മുടെ എക്യുപ്മെന്റ്സിനെ ഫ്രീക്വൻസി റെഗുലേറ്റ് ചെയ്തുകൊണ്ട് UPS പ്രൊട്ടക്ട് ചെയ്യുന്നു. Okay, then excellent in terms of suppressing incoming line transient and harmonic disturbances. അതായത് ഈ ഹാർമോണിക് ഡിസ്റ്റർബൻസസും ട്രാൻസിയൻസും ഒക്കെ ഇത് UPS സപ്രസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ UPS. നമുക്ക് കാണാം ഇവിടെ ലൈൻ വോൾട്ടേജ് വരുന്നു, അത് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? AC to DC കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇതിനുള്ളിൽ മേ ബി DC to DC കൺവേർട്ടർ ഉണ്ടാവും. അതായത് ആദ്യം ഒരു ഫിൽട്ടർ വെച്ചതിന് ശേഷം നമ്മൾ അതിനെ ഈ ACയിൽ നിന്ന് അൺറെഗുലേറ്റഡ് DC ആക്കുന്നു. അതിനുശേഷം നമുക്കൊരു DC to DC കൺവേർട്ടർ വെച്ചിട്ട് നമുക്ക് ഇതിനെ പ്യുവർ DC ആക്കി കൺവേർട്ട് ചെയ്യാം. ആ പ്യുവർ DC ആണ് ഈ ബാറ്ററി ബാങ്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് റെക്ടിഫയർ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഈ DC ഉണ്ടല്ലോ, കുറച്ചത് ഈ ബാറ്ററി
ബാറ്ററി ബാങ്കിൽ സ്റ്റോർ ചെയ്യാൻ, മീൻസ് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ആൻഡ് സം ക്വാണ്ടിറ്റി ഇറ്റ് വിൽ ബി ഫെഡിങ് ടു ദ ഇൻവെർട്ടർ ഓൾസോ. ഇൻവെർട്ടറിൽ ഇത് ഫെഡ് ചെയ്യും. ആ ഇൻവെർട്ടർ ആ കറസ്പോണ്ടിങ് ഡി സി വോൾട്ടേജിനെ എന്ത് ചെയ്യും, എ സി വോൾട്ടേജ് ആക്കും. എന്നിട്ട് ഇവിടെ ഒരു എ സി ഫിൽറ്റർ ഉണ്ട്. എ സി ഫിൽറ്റർ ഈ അൺവാണ്ടഡ് ട്രാൻസിയൻസിനൊക്കെ എടുത്തു കളഞ്ഞിട്ട് ക്രിട്ടിക്കൽ ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ദിസ് ഈസ് ദ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ആൻ UPS. Okay, so figure shows general block diagram of an inverter. Line voltage is connected to rectifier, and line voltage is connected to rectifier and filter. Rectifier and filter circuit maybe inside DC to DC converter also will be there. Rectifier and filter circuit which converts line AC to DC voltage, and partially it is given to inverter circuit, also to the battery tank to get the DC battery charge. ഈ DC battery ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ DC ബാറ്ററി ബാങ്കിലേക്കും കൊടുക്കുന്നു, അതുപോലെ ഈ ഇൻവേർട്ടറിലേക്കും കൊടുക്കുന്നു ഈ ക്രിട്ടിക്കൽ ലോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോർമലി ബാറ്ററി യൂസ്ഡ് ആർ ലെഡ് ആസിഡ് ബാറ്ററി ഇവിടെ യൂസ് ചെയ്യുന്ന ബാറ്ററി ബാങ്കിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി നോർമലി ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ്. ഇൻ നോർമൽ മോഡ്സ് ദ ഓപ്പറേഷൻ ഓഫ് പവർ ടു ദ ഇൻവെർട്ടർ ഈസ് പ്രൊവൈഡഡ് ബൈ റെക്ടിഫയർ സർക്യൂട്ട്. നോർമൽ മോഡിൽ ഈ മറ്റേ in case of normal mode operation to the inverter is provided by the rectifier circuit. Normal mode il inverter illulla power supply എന്നതു ഈ rectifier circuit ആണ്. In case of line outage the power to the inverter comes from battery bank. അതായത് ഇപ്പം നോർമൽ മോഡിൽ എന്താണ്, ഇവിടെ ഇൻവെർട്ടറിന് പവർ സപ്ലൈ ചെയ്യുന്ന റെക്ടിഫയർ ആണ്. ഇൻ കേസ് ഓഫ് പവർ ഔട്ടേജ് മീൻസ് ലൈൻ വോൾട്ടേജ് ഇല്ല, ആ സമയത്ത് ഇവിടെ എനർജി സ്റ്റോർ ചെയ്ത ബാറ്ററി ബാങ്കിൽ നിന്നാണ് ഇൻവെർട്ടറിലേക്ക് പവർ കൊടുക്കുന്നത്. അത് ദെൻ ആ കറസ്പോണ്ടിങ് ഡി സിനെ എ സി ആയി കൺവേർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ട് ക്രിട്ടിക്കൽ ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ദ കപ്പാസിറ്റി ഓഫ് ബാറ്ററി എക്സ്പ്രസ്ഡ് ഇൻ ആംപിയർ അവേഴ്സ് വിച്ച് ഇസ് the product of constant discharge current and the duration beyond which the battery falls below voltage called final discharge voltage. അതായത് ഈ ഫൈനൽ ഡിസ്ചാർജ് വോൾട്ടേജ് എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിനെക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് വിൽ ബി ഷോർട്ടൺ. സോ ആ ഫൈനൽ ഡിസ്ചാർജ് വോൾട്ടേജിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ആ ഡി സി ബാറ്ററി ബാങ്ക് ഷുഡ് ബി ചാർജ്ഡ്. ഓക്കെ, then inverter converts DC to AC and then filtered out unwanted components. Our inverter convert DC to AC and then filtered out unwanted components or disturbance or transients in AC voltage by AC filter and then connected to the load. ഇനി രണ്ട് ടൈപ്പ് UPS ഉണ്ട്, ഒന്ന് ഓൺലൈൻ UPS, ഒന്ന് ഓഫ്ലൈൻ UPS. ദിസ് ഈസ് ദ ബേസിക് ഡയഗ്രാം ഓഫ് എൻ ഓൺലൈൻ UPS. ഇവിടെ നമുക്ക് കാണാം രണ്ട് സ്റ്റാറ്റിക് സ്വിച്ച് ഉണ്ട്, ഒരു അപ്പർ ആമിലും ഒരു ലോവർ ആമിലും രണ്ട് സ്റ്റാറ്റിക് സ്വിച്ച് ഉണ്ട്. ഈ അപ്പർ ആമിലെ സ്റ്റാറ്റിക് സ്വിച്ച് നോർമലി ഇൻ കേസ് ഓഫ് ഓൺലൈൻ UPS ഇറ്റ് വിൽ ബി ഓഫ്. ലോവർ ആമിലെ സ്റ്റാറ്റിക് സ്വിച്ച് ഇറ്റ് വിൽ ബി ഓൺ. അതായത് ഈ ഓൺലൈൻ UPSന്റെ കേസിൽ അതായത് എപ്പോഴും ഈ ലോഡ് ഇൻവെർട്ടർ ആയിട്ട് അല്ലെങ്കിൽ ഈ UPS സർക്യൂട്ടറി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓൺലൈൻ UPSന്റെ കേസിൽ ലോഡ് വിൽ ബി കണക്റ്റഡ് ആൾവേസ് ടു ദ UPS സർക്യൂട്ടറി. ഈ UPS സർക്യൂട്ടറിയിൽ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ മാത്രം ഈ ഒരു സ്വിച്ച് ഓഫ് ആവുകയും ഈ സ്റ്റാറ്റിക് നോർമലി ഓൺ ആയിട്ടുള്ള ഈ സ്റ്റാറ്റിക് സ്വിച്ച് ലോവർ ആമിലെ സ്റ്റാറ്റിക് സ്വിച്ച് ഓഫ് ആവുകയും അപ്പർ ആമിലെ സ്റ്റാറ്റിക് സ്വിച്ച് ഓൺ ആവുകയും സോ ലൈൻ വോൾട്ടേജ് വിൽ ബി ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ലോഡ്. ഓക്കെ, ബട്ട് നോർമൽ ഓപ്പറേഷൻ്റെ കേസിൽ എന്താണ്, ഈ ഒരു സ്റ്റാറ്റിക് സ്വിച്ച് ഡയറക്റ്റ് ലൈൻ വോൾട്ടേജ് അല്ല കണക്ട് ചെയ്യുന്നത്. അതായത് ലൈൻ വോൾട്ടേജ് വിൽ ബി ഗിവൺ ടു എൻ EMI ഫിൽട്ടർ. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് ഇതൊക്കെ ഇന്റർഫറൻസ് ഒക്കെ എടുത്ത് കളയാനുള്ള ഒരു ഫിൽട്ടർ ആണത്. ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു റെക്ടിഫയർ, DC filter, then battery is charged, a partial voltage is given to the inverter, then AC filter, then this static switch will be always on in the case of online UPS and it is connected to load. അതായത് ഡയറക്ട്ലി നമ്മുടെ ലൈൻ വോൾട്ടേജ് അല്ല ലോഡിലേക്ക് കൊടുക്കുന്നത്, അതിന് പകരം ഡയറക്റ്റ് നമ്മുടെ ഈ UPS സർക്യൂട്ടറിയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ലോഡ് കൊടുക്കുന്നത്. വൺസ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഈ UPS സർക്യൂട്ടറിയിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായാൽ മാത്രമേ ഈ ഒരു സ്വിച്ച് ഓഫ് ആയിട്ട് ഈ മേളിലുള്ള സ്റ്റാറ്റിക് സ്വിച്ച് ഓൺ ആവുകയും ഈ ലൈൻ വോൾട്ടേജ് വിൽ ബി ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ലോഡ്. സോ ഈ ഒരു കേസിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ എല്ലാ സമയത്തും നമ്മുടെ ഈ UPS സർക്യൂട്ടറി വർക്ക് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഉപയോഗിക്കുന്ന ഈ കോമ്പണൻസ് ഒക്കെ നല്ല ലൈഫ് തരുന്ന കോമ്പണൻസ് ആയിരിക്കണം. സോ ഇൻ ദിസ് കേസ് കോസ്റ്റ് വിൽ ബി ഹൈ, ബട്ട്
ഇതെന്താ എപ്പോഴും നമ്മുടെ യു പി എസ് സർക്യൂട്ടറിയിലാണ് ഈ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ആൾവേസ് ദ വോൾട്ടേജ് ടു ദ ലോഡ് വിൽ ബി റെഗുലേറ്റഡ്. അതായത് ഈ പറഞ്ഞ പോലെ ലോഡ് ക്രിട്ടിക്കൽ ലോഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സോ അത് ആൾവേസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ എന്താണ് യു പി എസ് സർക്യൂട്ടറിയാണ്. അപ്പോൾ എന്താ എപ്പോഴും റെഗുലേറ്റഡ് ഔട്ട്പുട്ട് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. എന്തെങ്കിലും ട്രാൻസിയൻസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ ലോഡിനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം ഇവിടെ ഫിൽട്ടേഴ്സും റെക്ടിഫയേഴ്സും ഒക്കെ ഉണ്ട്. ഓക്കെ, so this is another diagram for that. AC means battery charger, battery, inverter and output load. The incoming AC is first converted to DC by a transformer to charge the battery as well as to give power to the inverter transformer. അതായത് ഒരു പാർഷ്യലി നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നു, പാർഷ്യലി ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ. ദ ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ കൺവേർട്സ് ദ DC to AC continuously to the പവർ ടു ദ ലോഡ് ആൻഡ് അവിടെയുള്ള ഡി സിനെ എ സി ആക്കി കൺവേർട്ട് ചെയ്ത് ലോഡിന് പവർ കൊടുക്കും. ഇഫ് പവർ ഫെയിൽസ് ദ ബാറ്ററി ബാക്കപ്പ് സർക്യൂട്ട് സ്വിച്ചസ് ഓൺ ആൻഡ് ടേക്സ് ദ ലോഡ്. അതായത് ഇതിൻ്റെ ഇടക്ക് നമ്മുടെ ലൈൻ വോൾട്ടേജ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ലൈൻ വോൾട്ടേജ് കട്ടായി അതിനുശേഷം എന്താ നമ്മുടെ ഈ ബാറ്ററിയിലുള്ള ചാർജ് വെച്ചിട്ടാണ് ഈ ലോഡിന് പവർ കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് ദ മെയിൻ സപ്ലൈ ഫെയിൽസ് ദർ ഈസ് നോ ഇൻറ്ററപ്ഷൻ ടു ദ ലോഡ് ഔട്ട്പുട്ട് ലോഡ് അറ്റ് ഓൾ. Online UPS is more efficient than offline UPS and uses a constant output inverter. അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, വേറെ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇറ്റ് ഓൾസോ ഹാസ് എ സ്റ്റാറ്റിക് ബൈപ്പാസ് സിസ്റ്റം ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ലോഡ് ടു ദ എ സി പവർ ദ ഇൻവെർട്ടർ സിസ്റ്റം ഫെയിൽസ്. അതായത് ഇൻവെർട്ടർ സിസ്റ്റം ഫെയിൽസ് ആയി കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ബൈപ്പാസ് സിസ്റ്റം ഉണ്ട്, അത് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണ്. Also, advantages of online UPS is that it cleans up AC charger waveform by converting into DC and reconverting into DC to fresh AC. അതായത് ആദ്യം എ സിനെ ഡി സി ആക്കുന്നു, പിന്നെ ഡി സിനെ എ സി ആക്കുന്നു, അതിൻ്റെ അകത്തുള്ള അൺവാണ്ടഡ് കോമ്പണൻസ് ഒക്കെ ഫിൽട്ടേഡ് ഔട്ട് ആയിരിക്കുന്നു. സോ റെഗുലേറ്റഡ് ഔട്ട്പുട്ടാണ് നമുക്ക് ആ കേസിൽ കിട്ടുന്നത്. ഇൻ കേസ് ഓഫ് ഓൺലൈൻ യു പി എസ് ദ അപ്പർ സ്റ്റാറ്റിക് സ്വിച്ച് ഷോൺ ഇൻ ഫിഗർ 1 ഈസ് നോർമലി ഇൻ ഓഫ് കണ്ടീഷൻ, വേറസ് ലോവർ സ്റ്റാറ്റിക് സ്വിച്ച് വിൽ ബി ഇൻ ആൾവേസ് ഓൺ കണ്ടീഷൻ. നേരത്തെ കണ്ട ആ ഫിഗറിൽ പറഞ്ഞ അപ്പർ സ്റ്റാറ്റിക് സ്വിച്ച് നോർമലി ഓഫ് കണ്ടീഷനിലായിരിക്കും, ലോവർ സ്റ്റാറ്റിക് സ്വിച്ച് ആയിരിക്കും നോർമലി ഓൺ കണ്ടീഷനിൽ. ഇൻ കേസ് ഈ യു പി എസ് സർക്യൂട്ടറിൽ എന്ത് ഇഷ്യൂ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പർ സ്വിച്ച് ഓൺ ആവുകയും ലോവർ സ്വിച്ച് ഓഫ് ആവുകയും ഈ ലൈൻ വോൾട്ടേജ് വിൽ ബി ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ലോഡ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഓൺലൈൻ യു പി എസ്. റിമൈനിങ് തിങ്സ് യു ക്യാൻ റീഡ്. ദെൻ ഓഫ്ലൈൻ യു പി എസ്, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ റിവേഴ്സ് ആണ്. അതായത് എപ്പോഴും ലോഡ് വിൽ ബി ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ലൈൻ സപ്ലൈ. So the upper static switch will be always on and the lower static switch will be normally off. Lower static switch will be normally off. അതായത് എപ്പോഴും ഈ ലോഡിലേക്ക് നമ്മുടെ ലൈൻ വോൾട്ടേജ് ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ലോഡ് മീൻസ് ലൈൻ വോൾട്ടേജ് ഫെയിൽ ആവുന്ന സമയത്ത് നമ്മുടെ ഈ ലോവർ സ്റ്റാറ്റിക് സ്വിച്ച് വിൽ ബി ആക്റ്റീവ് ആൻഡ് അറ്റ് ദാറ്റ് ടൈം the battery will be providing load. The battery will be providing power to the load. ഓക്കെ, നേരത്തെ പറഞ്ഞതിൻ്റെ അതേ റിവേഴ്സ് കണ്ടീഷൻ. നോർമൽ കേസിൽ എന്താണ് ഡയറക്ട്ലി 9 വോൾട്ടേജ് വിൽ ബി ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ലോഡ്. ആ സെയിം ടൈം തന്നെ നമ്മുടെ ബാറ്ററി ഒക്കെ ചാർജ് ആയിട്ട് ഇട്ടുണ്ടാവും. ഇൻ കേസ് ഓഫ് എ പവർ ഔട്ടേജ് ഓർ പവർ ഫെയിലിയർ വാട്ട് വിൽ ബി ഹാപ്പനിങ്, ദി സ്റ്റാറ്റിക് അപ്പർ സ്റ്റാറ്റിക് സ്വിച്ച് വിൽ ബി ഓഫ്, ലോവർ സ്റ്റാറ്റിക് സ്വിച്ച് വിൽ ബി ഓൺ. ലൈൻ വോൾട്ടേജ് ഉണ്ടാവില്ല ആ സമയത്ത് നമ്മുടെ ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററി വിൽ ബി ഗിവിംഗ് പവർ ടു ദ ലോഡ് ത്രൂ ദ ഇൻവെർട്ടർ സർക്യൂട്ട്. അതാണ് നമ്മുടെ offline UPS. This is the another representation of offline UPS. Okay, so these are the two UPS circuitry, and also you can see here when comparing both the online and offline UPS, online units take the incoming voltage it will be taking, then rectify it and down convert it to battery voltage. അതായത് initially rectify ചെയ്യുന്നു, അതിനെ DC voltage ആയിട്ട് convert ചെയ്യുന്നു, then filter it, reinvert means ആ DC നെ വീണ്ടും AC ആക്കുന്നു, and then up convert അതിൽ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു it to the appropriate output voltage for the unit. The output voltage is always steady and sine wave is relatively pure in the case of online UPS. So online UPS have more advantages than offline UPS, but all the components used in online UPS should be having longer life, so cost will be more in case of online UPS. So this is all about UPS. Okay, now coming to the three-phase inverter. Okay, so this is a general figure of a three-phase
three-phase power line. Okay, you can see three phases A, B, C, and one neutral is there. A, B, C. Okay, inductor or resistor will be there here. Then a neutral line will be there. മൂന്ന് ഫേസും ഒരു ന്യൂട്രൽ ലൈൻ. ഓക്കെ, സോ ഇത് നമ്മളിപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് വോൾട്ടേജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ദ വി എ. വി എ മീൻസ് ഈ ഫേസ് എയുടെ വോൾട്ടേജ് ആണ്. ദെൻ വി ബി, വി സി. ഹിയർ യു ക്യാൻ സി മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം, ബട്ട് ദർ ഇസ് എ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ത്രീ ഫേസസ്. ഈ മൂന്ന് ഫേസസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ വി എയും വി ബിയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കാം 120 ഡിഗ്രി. വി ബിയും വി സിയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 120 ഡിഗ്രി. ദെൻ വി സിയും വി എയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് വിൽ ബി അനദർ 120 ഡിഗ്രി. സോ ടോട്ടൽ ദർ വിൽ ബി എ 120 ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ഫേസ്. ഓക്കെ, ഇതാണ് ത്രീ ഫേസ്. ഓക്കെ, ആൻഡ് ഓൾസോ ത്രീ ഫേസ് നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. വൺ ഈസ് സ്റ്റാർ ടോപ്പോളജി ആൻഡ് അനദർ വൺ ഈസ് ഡെൽറ്റ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി ആണിത്, അതായത് ആർ, ബി, വൈ മൂന്ന് ഫേസ് ഒരു ന്യൂട്രൽ. ദെൻ ദിസ് ഈസ് ദ ഡെൽറ്റ ടോപ്പോളജി. ആർ ഉണ്ട്, ബി ഉണ്ട്, വൈ ഉണ്ട്. ഓക്കെ, ഇതാണ് ഡെൽറ്റ ടോപ്പോളജി. ദീസ് ആർ ദ ടു സ്റ്റാർ ആൻഡ് ഡെൽറ്റ ടോപ്പോളജീസ് യൂസ്ഡ് ഇൻ ത്രീ ഫേസ് inverter. Normally in this topic we are using this star topology. Okay, so three phase, there will be three phase and one neutral line. Three phase inverters are mainly used in high power application. These three phase inverters are mainly used in high power application. High power and applications lan three phase inverters use in. The above mentioned is star shaped three phase configuration and the other one is delta configuration. അതായത് ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്റ്റാർ കോൺഫിഗറേഷൻ. ദിസ് ഇസ് ദ ഡെൽറ്റ കോൺഫിഗറേഷൻ. In voltage waveform it is evident that the magnitude of the voltage is same. Magnitude same ആണ്, but there is a phase difference of 120 degree between each phase. 120 degree between each phase will be there. Okay, so this is the general diagram of a three phase inverter. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഇവിടെയുള്ള സ്വിച്ചസ് 6 സ്വിച്ചസ് ആണുള്ളത്. ഈ സ്വിച്ചിന്റെ നൊട്ടേഷൻസ് ഷുഡ് ബി ഇതുപോലെ തന്നെ എഴുതണം. ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം ആണ്. യു ക്യാൻ സി എ വി ഡി സി, ഒരു ഡി സി പവർ സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 സ്വിച്ച് ആണ് വരുന്നത്. 6 സ്വിച്ചിന്റെ നൊട്ടേഷൻസ് 1 2 3 4 5 6 അങ്ങനെയല്ല. നോക്കുക, അപ്പർ ആമിൽ നോക്കുക S1 S3 S5, ലോവർ ആമിൽ S4 S6 S2. അതേപോലെ തന്നെ പഠിച്ചു നോക്കാം. S1 S3 S5 S4 S6 S2. ഓക്കെ, S1 S3 S5 S4 S6 S2. ഓൾസോ നമ്മുടെ 3 ഫേസിന് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, എ ബി സി. ഓക്കെ, 3 ഫ്യൂസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ ലോഡ്, ദിസ് ഇസ് ദ ലോഡ് ആൻഡ് ഓൾസോ ദിസ് ഇസ് ദ ന്യൂട്രൽ. ഓക്കെ, 3 ഫേസ് എ, ബി, സി ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ദിസ് ഇസ് ദ ന്യൂട്രൽ. സോ ദിസ് ഇസ് എ സ്റ്റാർ ടോപ്പോളജി. അതായത് എല്ലാം നേരത്തെ നമ്മൾ കണ്ടല്ലേ, എല്ലാം ന്യൂട്രലിലേക്കാണ് ഇത് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് എ സ്റ്റാർ ടോപ്പോളജി. ഓക്കെ, സോ ഈ നൊട്ടേഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് അപ്പർ ആമിൽ നിങ്ങൾ നോക്കുക, S1 S3 S5 S4 S6 S2. ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാംസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വേറെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, സോ S1 S3 S5 S4 S6 S2. ഓക്കെ, ഇവിടെ എന്താ, ഈ ത്രീ ഫേസ് ഇൻവേർട്ടറിൽ 2 മെത്തേഡ് ഓഫ് കൺട്രോൾ ഉണ്ട്. അതായത് വൺ ഈസ് 180 ഡിഗ്രി കണ്ടക്ഷൻ ആൻഡ് അനദർ വൺ ഈസ് 120 ഡിഗ്രി കണ്ടക്ഷൻ. അതെന്താണെന്നുള്ളത് പറയാം. ഓക്കെ, സ്വിച്ചസ് നമ്പറിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പർ ആംസ് ഹാവിംഗ് 3 സ്വിച്ചസ് S1 S3 S5. അപ്പർ ആമിൽ 3 സ്വിച്ച് ഉണ്ട്, S1 S3 S5, ആൻഡ് ലോവർ ആം ഹാവിംഗ് 3 സ്വിച്ചസ് S4 S6 S2. S4 S6 S2. Okay, respectively. So here I have told it is a star connected three phase inverter, and one important thing is that ഒരു ആമിലുള്ള, അതായത് ഒരു ലൈനിലുള്ള 2 സ്വിച്ചും should not be turned on simultaneously. അതായത് S1 ഉം S4 ഉം simultaneously ഒരിക്കലും ടേൺ ഓൺ ചെയ്യാൻ പാടില്ല. സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ടഡ് ആയി പോകും. ഓക്കെ, അതുപോലെ S3 S6 ഒരിക്കലും ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പാടില്ല ഒരുമിച്ച്. Then S5 and S2 should not be turned on simultaneously. അതായത് S1 S4 ഉം S3 ഉം S6 ഉം S5 ഉം S2 ഉം should not be turned on simultaneously because the circuit will be short circuited. So that is an important criteria. And also in numbering marked S1 S3 S5 S4 S6 S2. Okay. Okay, 2 switches in same line should not be turned on at same time because circuit will be short circuited.
this is S1, S2, S3, S6, S5, S2 should not be turned on at same time. Okay, fine. ഓക്കെ, ഇനി ഈ സിമിലർ സർക്യൂട്ട് തന്നെയാണ്, ഈ സെയിം സർക്യൂട്ട് തന്നെയാണ് ഇവിടെ മാറ്റി വരച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മോസ്ഫെറ്റ് വെച്ച് വരയ്ക്കുകയാണ്. സെയിം നൊട്ടേഷൻ തന്നെ S1, S3, S5, S6, സോറി S4, S6, S2. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വീലിംഗ് ഡയോഡ്, ഇൻഡക്റ്റീവ് ലോഡ് വരുന്ന സമയത്ത് നമുക്ക് ഫ്രീ വീലിംഗ് ഡയോഡ് ഉള്ള സെയിം ഓൺലി. ഇവിടെ എന്താ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ഒരു കപ്പാസിറ്ററും വെച്ചിട്ടുണ്ട്, ഫിൽട്ടർ. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ ന്യൂട്രൽ ലൈൻ സ്റ്റാർ ടോപ്പോളജി. Okay, this is the load connected here, so this is the phase A, B, C. Okay, so same circuit, the switches are replaced as MOSFET. There is a DC power supply, there is a DC power supply and a filter. S1, S3 and S5 MOSFET in upper arm along with the freewheeling diodes, S4, S6, S2 in lower arm with the respective freewheeling diodes. And also one thing you have to remember, phase voltage and line voltage. എന്താണ് ഈ phase voltage എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ആണ്. അതായത് ഈ സി, ഇതൊരു ഫേസ് ആണല്ലോ, ഈ സിയും സി എന്ന് പറഞ്ഞ ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ആണ് ഫേസ് വോൾട്ടേജ്. അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ആണ് ഫേസ് വോൾട്ടേജ്. എ എന്ന് പറയുന്ന ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ആണ് എന്ത്? ഫേസ് വോൾട്ടേജ്. സോ here phase voltage means voltage between one phase and neutral. അതായത് VCN, VBN, VAN അതൊക്കെ എന്താണ്? ഫേസ് വോൾട്ടേജ്. Then another concept is line voltage. Line voltage means voltage between two lines. രണ്ട് ലൈൻസ് തമ്മിലുള്ള വോൾട്ടേജ് ആണ് ലൈൻ വോൾട്ടേജ്. That will be VAB or VBC or VCA. അതാണ് നമ്മുടെ ലൈൻ വോൾട്ടേജ്. അപ്പോൾ എന്താ ഇവിടെ 6 വോൾട്ടേജ് ഉണ്ട്. So 6 voltages are there. So this circuit also called a 6-step inverter. അതായത് ഔട്ട്പുട്ട് വേവ് ഫോമിൽ 6 സ്റ്റെപ്പ് ഉണ്ടാവും. സോ ദിസ് സർക്യൂട്ട് ഈസ് കോൾഡ് 6-step inverter because 6 steps in output waveform of the for the line to neutral voltage. Okay, 6 സ്റ്റെപ്പ് ഉണ്ട്, അതായത് 6 വോൾട്ടേജ് ഉണ്ട്. സോ 6 സ്റ്റെപ്പ് will be there in output waveform. So it is called as a 6-step inverter. And also each switch has a duty cycle ratio of 50%. Each switch will be on for 180 degree. അതായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ 180 ഡിഗ്രി കണ്ടക്ഷൻ്റെ കേസിൽ മൂന്ന് സ്വിച്ചാണ് വിൽ ബി ഓൺ. ഓക്കെ, ഇത് ഈ 50% ഇൻ കേസ് ഓഫ് 180 ഡിഗ്രി കണ്ടക്ഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 കണ്ടക്ഷൻ ഉണ്ട്, ഒന്ന് 180 ഡിഗ്രി കണ്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ 120 ഡിഗ്രി കണ്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 180 ഡിഗ്രി കണ്ടക്ഷൻ്റെ കേസിൽ അറ്റ് എ ടൈം 3 സ്വിച്ച് വിൽ ബി ഓൺ, 3 സ്വിച്ച് വിൽ ബി ഓഫ്. 180 ഡിഗ്രി കണ്ടക്ഷൻ്റെ കേസിൽ 3 സ്വിച്ച് വിൽ ബി ഓൺ, 3 സ്വിച്ച് വിൽ ബി ഓഫ്. ഓക്കെ, അതുപോലെ സ്വിച്ചിങ് ആക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എവറി T/6 ടൈം ഇൻ്റർവൽ. അതായത് എവറി 60 ഡിഗ്രി, ഓരോ 60 ഡിഗ്രിയിലും ഈ സ്വിച്ചിങ് ആക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അതായത് സ്വിച്ചുകൾ കണ്ടക്ട് ചെയ്യുന്ന സ്വിച്ചുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഞാനിപ്പോൾ പറയും, ഇപ്പോൾ 180 ഡിഗ്രി കണ്ടക്ഷൻ്റെ കേസിലാണ് ഇപ്പം ഫസ്റ്റ് 561 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതും കൂടി, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് വിൽ ബി ഐദർ VDC or 0. Instantaneous voltage will be either VDC or VS or 0. Either will be, it will be VDC or it will be 0. Okay, fine. So ഇപ്പം ഞാൻ പറഞ്ഞു 3 സ്വിച്ചാണ് 180 ഡിഗ്രി കണ്ടക്ഷൻ്റെ കേസിൽ 3 സ്വിച്ചാണ് വിൽ ബി കണ്ടക്ടിങ്. 561 കണ്ടക്ട് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ 60 ഡിഗ്രി 612. 60 ഡിഗ്രി മീൻസ് ആ ഒരു ടൈം ഇൻ്റർവെലിന് മീൻസ് 60 ഡിഗ്രിക്ക് അനുസരിച്ച് ഒരു ടൈം ഇൻ്റർവെൽ കഴിഞ്ഞു കഴിഞ്ഞാൽ then 612 will be conducting, then 123 will be conducting, 234 will be conducting, 345 will be conducting, 456 will be conducting. Again this cycle will be repeating. 561, 612 ദാ നോക്ക്, നമ്പറിംഗ് നോക്ക്. അതിനാണ് ഞാൻ പറഞ്ഞത് നേരത്തെ മീൻസ് എങ്ങനെയാണ് സർക്യൂട്ടിൽ ആ നൊട്ടേഷൻസ് വെച്ചെന്നുള്ള പഠിക്കാൻ കാരണം വളരെ എളുപ്പമാണ്. 561, 612, 123, 234, 345, 456. Then again it will be repeating. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പം കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഒരു സ്വിച്ച് എത്ര തവണയാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ടോട്ടൽ 360 ഡിഗ്രി ആണല്ലോ. ആ 360 ഡിഗ്രി 6, 1, 2, 3, 4, 5, 6. സോ 6 മീൻസ് ഓരോ സ്വിച്ച് ഓൺ ആകുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അതായത് 6 × 60 360. അതായത് ഒരു മീൻസ് ഒരു സെറ്റ് ഓഫ് സ്വിച്ചസ് വിൽ ബി ഓൺ ഫോർ എ 60 ഡിഗ്രി അപ്രോപ്രിയേറ്റ് ടൈം. ആ 60 ഡിഗ്രിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് അത് ഓൺ ആയിട്ടുണ്ടാവുക. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോൾ 1 എന്ന് പറയുന്ന സ്വിച്ച് ഇവിടെ ഓണാണ്, ഇവിടെ ഓണാണ്, ഇവിടെ ഓണാണ്, 3 തവണ ഓണാണ്. അതായത് 3 തവണ 3 × 60, അതായത് 180 ഡിഗ്രി
ടൈമിൽ ഇറ്റ് വിൽ ബി ഓൺ. 180 ഡിഗ്രി ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് 360 ഡിഗ്രി ആണ്. അതിൽ 180 ഡിഗ്രി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആണ്. സോ ഡ്യൂട്ടി റേഷ്യോ ഓഫ് ഈ സ്വിച്ച് വിൽ ബി 50% ഹിയർ. Duty ratio of this switch will be 50% here in the case of 180 degree conduction. So 180 degree conduction എന്താ 3 സ്വിച്ച് ഓൺ ആവും. ടോട്ടൽ എന്താ ഒരു സ്വിച്ച് മീൻസ് ഒരു സെറ്റ് ഓഫ് സ്വിച്ച് വിൽ ബി ഓൺ ഫോർ എ കറസ്പോണ്ടിങ് ടൈം ഓഫ് 60 ഡിഗ്രി. ഓക്കെ, സോ ദാറ്റ് 60 ഡിഗ്രി ഇൻറ്റു എത്ര കേസ് വരും ഇവിടെ 6 കേസ്, 60 ഡിഗ്രി ഇൻറ്റു 6 ഇറ്റ് ഈസ് 360 ഡിഗ്രി. ഒരു സ്വിച്ച് ഓൺ ആകുന്നത് 3 കേസിലാണ്. ആ 3 കേസിൽ ഓൺ ആകുന്നതാണല്ലേ 3 ഇൻറ്റു 60, that is 180 degree. 180 degree എന്ന് പറഞ്ഞാൽ 360യുടെ പകുതിയാണ്. സോ എ സ്വിച്ച് വിൽ ബി ഹാവിങ് എ ഡ്യൂട്ടി റേഷ്യോ ഓഫ് 50%. ഓക്കെ, സോ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നൗ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ആ പാറ്റേൺ എങ്ങനെയായിരുന്നു, ഇതാ ആദ്യം 561, 612, 123, 234, 345, 456. ഓക്കെ ഫൈൻ. സോ ആദ്യം 561 ഓൺ ആവുകയാണല്ലോ. 561 ഓൺ ആയി. ഓക്കെ, അപ്പൊ 561 എവിടെയാണ്? ഇതാണ് 5, ഇതാണ് 6, ഇതാണ് 1. നമ്മൾ നേരത്തെ കണ്ട അതേ ഫിഗർ, നൊട്ടേഷൻസ് മാറ്റരുത്, സോറി. ഇത് മറ്റേ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് S1, S3, S5, S4, S6, S2 സെയിം തന്നെ. ഓക്കെ, സോ 5 ഓൺ ആയി, 6 ഓൺ ആയി, 1 ഓൺ ആയി. 5, 6, 1. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ 5 ഈ 1 എന്ന് പറയുന്ന ഈ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് സപ്ലൈ ആണല്ലോ. സോ ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ നമ്മൾ A എന്ന് പറയുന്ന ലൈൻ വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ദെൻ ഇവിടെ 6 ഓൺ ആയി. 6 ഓൺ ആയി എവിടെയാണ് കണക്ട് ചെയ്തത്? ഈ നെഗറ്റീവിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ 6ന്റെ ഇവിടെ നെഗറ്റീവ് ആവും. സോ ദിസ് B എന്ന് പറയുന്ന ലൈൻ നെഗറ്റീവ് ആണ്. ദെൻ ഇവിടെ 5 എന്ന് പറയുന്നത് ഓൺ ആകുന്ന സമയത്ത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് സപ്ലൈ. ഓക്കെ, സോ ഇവിടെ C എന്ന് പറയുന്ന ലൈൻ വിൽ ബി പോസിറ്റീവ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ലൈൻ വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ VAB എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവും നെഗറ്റീവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവിനും അക്രോസ് ഉള്ള വോൾട്ടേജ് VS പ്ലസ് VS. ദെൻ VBC മൈനസ് പ്ലസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇറ്റ് വിൽ ബി മൈനസ് VS. ഓക്കെ, ഇതാണ് നമ്മുടെ വോൾട്ടേജ് മൈനസ് VS. ഓക്കെ, ദെൻ VCA മീൻസ് പ്ലസ് ആൻഡ് പ്ലസ് രണ്ടും പ്ലസ് ആണ്. സോ അതിന് ഇക്വലന്റ് വോൾട്ടേജ് വിൽ ബി 0. രണ്ട് പ്ലസും വരുമ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോകും. സോ VCA വിൽ ബി ഈക്വൽ ടു 0. So this is the line voltage in this case when switch 561 is turned on and remaining switches 2, 3, 4 is turned on. Okay, so അതാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. S1, S5, S6 ഓൺ ആവുന്ന സമയത്ത് VAB പ്ലസ് VDC ആണ്, VBC മൈനസ് VDC ആണ്, VCA 0 ആണ്. ഓക്കെ, അതാണ് ഒരു കേസ്. നൗ സെക്കൻഡ് കേസ്, അതായത് ഒരു 60 ഡിഗ്രി കഴിഞ്ഞാൽ എന്താ നെക്സ്റ്റ് സെറ്റ് ഓഫ് സ്വിച്ച് വിൽ ബി ടേൺ ഓൺ. അതായത് നേരത്തെ 5, 6, 1 ആണല്ലോ. നൗ 612 is turned on and 345 is turned off. ആ കേസിൽ നോക്കുക ഏതൊക്കെയാ 6ഉം 1ഉം 2. 6, 1, 2 ആ ഒരു കേസിൽ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ S1 എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, ഈ പോസിറ്റീവിലാണ്. സോ A പോസിറ്റീവ് ആയിരിക്കും. S6 കണക്ട് ചെയ്തിരിക്കുന്ന -1, B നെഗറ്റീവ്. S2 കണക്ട് ചെയ്തിരിക്കുന്ന നെഗറ്റീവിലാണ്. സോ C നെഗറ്റീവ്. സോ ഈ കേസിൽ നോക്കുക VAB ലൈൻ വോൾട്ടേജ് VAB എന്ന് പറയുന്നത് പ്ലസ് മൈനസ് ഇറ്റ് വിൽ ബി പ്ലസ് VS. VBC മൈനസ് മൈനസ് ഇറ്റ് വിൽ ബി ക്യാൻസൽഡ്. സോ ഇറ്റ് വിൽ ബി 0. ദെൻ VCA എന്ന് പറഞ്ഞാൽ VC മൈനസും പ്ലസും. സോ ഇറ്റ് വിൽ ബി മൈനസ് VS. ഓക്കെ, സോ മനസ്സിലായല്ലോ. ഈ ഒരു കേസാണ്. ബാക്കിയുള്ള എല്ലാ കേസിലും അപ്പോൾ 2 കേസ് നമ്മൾ എടുത്തു. ബാക്കി ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. സിമിലർലി ഇനി ഈ ടേബിൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഈ സെയിം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ S1, S5, S6 S1, S5, S6 അത് ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത്, അതായത് S6, S5, S1 6, 5, 1 ടേൺ ഓൺ ആവുന്ന സമയത്ത് ഫസ്റ്റ് കേസിൽ പറഞ്ഞ കേസിൽ VAB VS ആയിരിക്കും, VBC എന്ന് പറഞ്ഞാൽ മൈനസ് VS ആയിരിക്കും, VCA ഈക്വൽ ടു 0. നൗ സെക്കൻഡ് കേസ്, അതായത് 6, 1, 2 ടേൺ ഓൺ ആവുന്ന സമയത്ത് റിമൈനിങ് സ്വിച്ച് വിൽ ബി ടേൺഡ് ഓഫ്. സോ ആ സമയത്ത് നമുക്ക് VAB ഈക്വൽ ടു VS, VCA ഈക്വൽ ടു മൈനസ് VS, VBC ഈക്വൽ ടു 0. സോ സിമിലർലി എല്ലാ കേസും ഇവിടെ നമ്മൾ എഴുതുന്നു. ഈ ഒരു കേസ് ഈ പറഞ്ഞ VAN, VBN, VCN ഇതൊക്കെ ഇതാണ് നമ്മുടെ ഫേസ് വോൾട്ടേജ് ആണ്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജിനാണ് VAB, VBC, VCA. സോ അത് സിമിലർലി ഇതേപോലെ പഠിച്ചു വെക്കുക. ഈ മീൻസ് എന്താ അതിന്റെ ഡയഗ്രാം വേവ് ഫോം നിങ്ങളിപ്പോൾ വരക്കണ്ട, ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം വരക്കാൻ പറ്റും എങ്ങനെ വരുന്നതെന്നുള്ളത്. അത് വെച്ച് നിങ്ങൾ ഫൈനലി വരക്കാൻ നോക്കുക. പക്ഷേ ഈ ടേബിൾ പഠിച്ചു വെക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കേസ് തന്നെ. ഓക്കെ, നൗ
ഓക്കെ നൗ സെയിം നേരത്തെ ആ സെയിം ഫിഗർ തന്നെ മോഡ് 1 561 ഈസ് ഓൺ 234 ഈസ് ഓഫ്. അതായത് ആ ഫസ്റ്റ് കേസിൽ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് കേസിൽ എന്താ 561 ഓൺ 234 ഓഫ്. 561 ഓൺ ആവുന്ന സമയത്ത് 234 ഓഫ് ആണ്. ആ കേസിൽ നിങ്ങൾ നോക്കുക എയും സിയും പോസിറ്റീവ് ആണ്, ബി നെഗറ്റീവ് ആണ്. എയും സിയും പോസിറ്റീവിലാണ്, ബി നെഗറ്റീവിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വി എസിന്റെ പോസിറ്റീവ് ടെർമിനലിൽ ഏതൊക്കെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ സിയും എയും. നെഗറ്റീവ് ടെർമിനലിൽ ബി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സിമിലർലി അതേ ഇക്വലന്റ് സർക്യൂട്ട് മാറ്റി ഇവിടെ വരയ്ക്കുകയാണ്. സെയിം സ്ഥാനം തന്നെ, വളരെ സിമ്പിൾ ആട്ടോ. അതായത് പ്ലസ് വി എസിൽ ഏതാ എയും സിയും വരച്ചു, അതിന് അക്രോസ് 2 റെസിസ്റ്റൻസ്. മൈനസിൽ ബി വരച്ചു, അക്രോസിൽ ഒരു റെസിസ്റ്റൻസ്. സോ ഹിയർ യു ക്യാൻ സി 561 ഓൺ 234 ഓഫ്. ഓക്കെ, ആ ഒരു കേസിൽ ഇപ്പം നമുക്ക് ഇവിടെ ഒരു ആർ ഇക്വലന്റ് കണ്ടുപിടിക്കുന്നത്. ഇതെന്താ? ഇത് രണ്ടും പാരലാണ്. പാരലാകുമ്പോൾ ഇവിടെ നമുക്ക് ഇക്വലന്റ് കിട്ടുന്ന R/2 പ്ലസ് ഇവിടെ ഒരു സീരീസ്. പിന്നെ ഇത് രണ്ടും സീരീസ് ആയിരിക്കും. ഇത് രണ്ടും സീരീസ് ആവുന്ന സമയത്ത് R/2 പ്ലസ് ആർ. സോ ഇക്വലന്റ് റെസിസ്റ്റൻസ് വിൽ ബി 3R/2. ഓക്കെ, ഇനി കറണ്ട് I1 എന്ന് പറയുന്നത് ഇതിലോട്ട് ഒഴുകുന്ന കറണ്ട് വിൽ ബി ഈക്വൽ ടു ഈ വി എസ് ഡിവൈഡഡ് ബൈ ഈ ആർ ഇക്വലന്റ് വോൾട്ടേജ്. അത് വിച്ച് ഇസ് ഈക്വൽ ടു വി എസ് ഡിവൈഡഡ് ബൈ ആർ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു 3R/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2VS/3R എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, കറണ്ടും കിട്ടി, ആർ ഇക്വലന്റും കിട്ടി. ഇനി VAN എന്ന് പറയുന്ന വോൾട്ടേജ്. VAN എന്ന് പറയുന്ന വോൾട്ടേജ്, അതായത് VAN ഫേസ് ടു ന്യൂട്രൽ. ഓക്കെ, ഫേസ് ടു ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഫേസ് വോൾട്ടേജ്. അതായത് VAN ഈസ് ഈക്വൽ ടു VCN. അത് രണ്ടും സെയിം ആയിരിക്കുമല്ലോ, പാരലൽ ആയിട്ടാണുള്ളത്. VAN ഈസ് ഈക്വൽ ടു VCN വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? അവിടെയുള്ള കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് ഇൻറ്റു അവിടെ ഒഴുകുന്ന കറണ്ട്. അവിടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I1 ആണ്. അവിടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I1 ആണ് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ട് നമുക്കറിയാം 2VS/3R ആണ് ഇൻറ്റു അവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? R/2 ആണ്. അവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/2. 2VS/3R ഇൻറ്റു ഇവിടെയുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/2 ആണ്. സോ 2ഉം 2ഉം ക്യാൻസൽ ആവും, 6ഉം ക്യാൻസൽ ആവും. സോ വി വിൽ ബി ഗെറ്റിംഗ് VS/3. ഇനി ഈ കേസിൽ VBN എന്ന് പറയുന്ന കേസിൽ എന്താണ്? കറണ്ട് ഇങ്ങനെ എത്തി നേരെ തിരിച്ച് ഫ്ലോ ചെയ്യാണ്. -I1 ആയിരിക്കും ഇവിടെയുള്ള കറണ്ട്. ഓക്കെ, -I1 ആയിരിക്കും ഇവിടെയുള്ള കറണ്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് VBN വിൽ ബി ഈസ് ഈക്വൽ ടു -I1 ഇൻറ്റു ആ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ്. -I1 ടു ആ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? R ആണ്. സോ -I1 എന്ന് പറഞ്ഞാൽ -2VS/3R ഇൻറ്റു R. അപ്പോൾ നമുക്ക് -2VS/3. അതാണ് VBN എന്ന് പറയുന്ന വോൾട്ടേജ്. സോ ഇതാണ് നമ്മൾ VAN, VCN, VBN, ഇതാണ് ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ VAN, VBN, VCN ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ലൈൻ വോൾട്ടേജ്, സോറി ഫേസ് വോൾട്ടേജ്. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ലൈൻ വോൾട്ടേജ്. സോ ലൈൻ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഡയറക്റ്റ് ഈ സർക്യൂട്ടിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ ഫേസ് വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചതിന് ശേഷം നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഫേസ് വോൾട്ടേജ് കിട്ടും. ഇനി അതിന്റെ സെക്കൻഡ് കേസും കൂടി നമുക്ക് നോക്കാം. 612 ഓൺ ആവുന്ന സമയത്ത് 345 ഓഫ് ആണ്. 612 ഓൺ ആവുന്ന സമയത്ത് 345 ഓഫ് ആണ്. ആ കേസ് നോക്കിക്കളയാം. ഇതാ, ഓക്കെ, 612 ഓൺ ആവുന്ന സമയത്ത് 345 ഓഫ് ആണ്. ഓക്കെ, 6ഉം 1ഉം 2ഉം ഓൺ ആവുന്ന സമയത്ത് ബാക്കിയുള്ള ഇതൊക്കെ ഓഫ് ആണ്. സോ ഈ ഒരു കേസിൽ നോക്കുക, ഇവിടെ എന്താ? മൈനസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് സിയും ബിയും മൈനസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, എ മാത്രം പ്ലസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇക്വലന്റ് സർക്യൂട്ട് അവിടെ വരയ്ക്കുക. എ മാത്രം പ്ലസ് സി ഇവിടെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. എ മാത്രം പ്ലസ്, സിയും ബിയും എവിടത്തേക്ക്? മൈനസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ആർ ഇക്വലന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർ ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ പ്ലസ് ഇവിടെയുള്ള പാരലാണ് R/2 വിച്ച് ഈസ് ഈക്വൽ ടു 3R/2. ദെൻ I2 എന്ന് പറഞ്ഞാൽ ഈ ഇതിന് അക്രോസ് ഒഴുകുന്ന കറണ്ട് I2 എന്ന് പറയുന്ന കറണ്ട് വിൽ ബി ഈസ് ഈക്വൽ ടു VS/R ഇക്വലന്റ് വിച്ച് ഈസ് ഈക്വൽ ടു 2VS/3R. ആർ ഇക്വലന്റ് നമുക്കറിയാം 3R/2. സോ അടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2VS/3R സെയിം ആണ്. ദെൻ VAN എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയുള്ള കറസ്പോണ്ടിങ് I2 എന്ന വോൾട്ടേജ് ഇൻറ്റു അവിടെയുള്ള റെസിസ്റ്റൻസ്. I2 എന്ന വോൾട്ടേജ് 2VS/3R ഇൻറ്റു അവിടെയുള്ള റെസിസ്റ്റൻസ് R. സോ
ടു വി എസ് ബൈ ത്രീ. ടു വി എസ് ബൈ ത്രീ ആയിരിക്കും ഇവിടെയുള്ള I2 സോറി VA എന്ന് പറയുന്ന വോൾട്ടേജ്. നൗ VBN and VCN have to find. VBN and VCN have to find. VBN equal to VCN which is equal to മൈനസ് I2. അതായത് നേരത്തെ ഇങ്ങനെയാണല്ലോ ഒഴുകുന്നത്, ഇവിടെ നേരെ തിരിച്ചാണ് വരേണ്ടത്. മൈനസ് I2 ഇൻറ്റു ഇവിടെയുള്ള R equivalent. മൈനസ് I2 ഇൻറ്റു ഇവിടെയുള്ള R equivalent. ഇവിടെയുള്ള R equivalent എന്ന് പറഞ്ഞാൽ R/2 ആണ്. മൈനസ് I2 എന്ന് പറഞ്ഞാൽ മൈനസ് 2VS/3R ആണ് ഇൻറ്റു R/2. അപ്പോൾ 2 2 ക്യാൻസൽ ആവും, 6 6 ക്യാൻസൽ ആവും. -VS/3 അതായിരിക്കും ഇവിടെയുള്ള VBN ആൻഡ് VCN. അതാണ് നമ്മുടെ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. VBN VCN മൈനസ് VS/3, VAN is equal to 2VS/3. സിമിലർലി ഈ പറഞ്ഞ കംപ്ലീറ്റ് ചാർട്ട് ഫില്ല് ചെയ്യുക. ഇതെന്നിട്ട് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് അതിൻ്റെ വേവ് ഫോം ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റില്ലേ? സോ ഈ ചാർട്ട് പഠിച്ചു വെക്കുക. ദിസ് ഈസ് ഓൾ അബൌട്ട് ഏതാ 180 ഡിഗ്രി കണ്ടക്ഷൻ. വളരെ എളുപ്പമാണ്. 180 ഡിഗ്രി കണ്ടക്ഷനിൽ 3 സ്വിച്ച് ഓൺ ആവുന്നു. ഒരു കറസ്പോണ്ടിങ് സ്വിച്ചിന്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ 50% ആണ്. ഡ്യൂട്ടി സൈക്കിൾ 50% ആണ്. 180 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമിൽ അത് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. നൗ 3 ഫേസ് ഇൻവേർട്ടർ 120 ഡിഗ്രി കണ്ടക്ഷൻ. 120 ഡിഗ്രി കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു 180 ഡിഗ്രി കണ്ടക്ഷൻ 3 സ്വിച്ച് ഓൺ ആവുന്നു. ഈ കേസിൽ എന്താ 120 ഡിഗ്രി കണ്ടക്ഷനിൽ എന്താ 2 സ്വിച്ച് മാത്രമേ ഓൺ ആവുള്ളൂ. നേരത്തെ സെയിം ഡയഗ്രാം തന്നെ എന്താ അറ്റ് എ ടൈം 2 സ്വിച്ച് മാത്രമേ ഓൺ ആവുള്ളൂ. അതായത് each switch conducts for 120 degree, only 2 switch will be on and the remaining switch will be off. Conduction sequence of switch will be like 6 1 1 2 2 3 3 4 5 6 4 5 5 6. ഇതൊക്കെ ഇങ്ങനെയായിരിക്കും നമ്മൾ ഇതിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? സോ നേരത്തെ സിമിലർ കേസ് ഇപ്പം ഫസ്റ്റ് 6 3 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് 2 3 4 5 ഈ പറഞ്ഞ സ്വിച്ച് ഒക്കെ ടേൺഡ് ഓഫ് ആയിരിക്കും. ഓക്കെ, 6 3 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്. സോ 6 നേരത്തെ സെയിം ഡിനോഷൻ S1 S3 S5 ഓക്കെ, S4 S6 S2 സെയിം ആണ്. അപ്പം 6ഉം 1ഉം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ, നേരത്തെ നമുക്ക് 3 സ്വിച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഈ പറഞ്ഞ ഈ ഒരു ലെഗിൽ എന്താ ഈ ഒരു ലൈനിൽ രണ്ടും ഈ C എന്ന് പറയുന്ന ഈ ലൈനിൽ രണ്ടും കണ്ടക്ട് ചെയ്യുന്നില്ല. സോ ദിസ് വിൽ ബി ഓപ്പൺ സർക്യൂട്ടഡ്. സോ ഇവിടെ എന്താ S1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് S1 കണക്റ്റഡ് ടു പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. 6 കണക്റ്റഡ് ടു നെഗറ്റീവ്, സോ ഇവിടെ Bയിൽ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ എന്താ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. നമുക്കറിയാം ഇവിടെയുള്ള ന്യൂട്രൽ വോൾട്ടേജ് ഇവിടെയുള്ള വോൾട്ടേജ് വിൽ ബി ഇത് VS ആണെങ്കിൽ ഇറ്റ് വിൽ ബി VS/2. ഇവിടെ VS/2 ആയിരിക്കും വോൾട്ടേജ്. ഇവിടെ VS/2 വോൾട്ടേജ് ആവുന്ന സമയത്ത് ഇതിനെക്രോസ് എന്താ ഒരു കറണ്ട് ഒന്നും പാസ് ചെയ്യില്ലല്ലോ. ഇതിനെക്രോസ് കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് VS/2 ആണെങ്കിൽ ഇവിടെയും VS/2 ആയിരിക്കണ്ടേ? ഓക്കെ, ഇതിൽ രണ്ട് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ മാത്രമല്ലേ അവിടെയുള്ള കറണ്ട് ഒന്നും പാസ് ചെയ്യാതിരിക്കുള്ളൂ. സോ ഈ ന്യൂട്രൽ ലൈൻ VS/2 ആവുന്ന സമയത്ത് ഇവിടെയും VS/2 ആയിരിക്കണം. സോ ഇവിടെ നമുക്ക് VAB എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലസും മൈനസും ഇറ്റ് വിൽ ബി VS പ്ലസ് VS. ദെൻ VBC ഇവിടെ 0 പൊട്ടൻഷ്യലാണ് വരുന്നത്. ദെൻ C എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഞാനിപ്പോൾ പറഞ്ഞു ഇവിടെ VS/2 ആകുമ്പോൾ ഇവിടെയും VS/2 ആയിരിക്കണം. സോ VBC വിൽ ബി മൈനസ് VS/2. ഓക്കെ, നൗ VCA എന്ന് പറഞ്ഞാൽ ഇവിടെ VS ആണ്. സോ VS/2 മൈനസ് VS ഇറ്റ് വിൽ ബി മൈനസ് VS/2. ഓക്കെ, ആ 3 കേസിൽ VAB VBC VCA മൈനസ് VS/2 VBCയും VCA മൈനസ് VS/2. ദെൻ VAB വിൽ ബി VS. ഓക്കെ, സോ കറസ്പോണ്ടിങ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസിൽ ഈ ഒരു കേസിൽ നോക്കുക. A കണക്റ്റഡ് ടു പോസിറ്റീവ്, B കണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് C ഓപ്പൺ. ഓക്കെ, A കണക്റ്റഡ് ടു പോസിറ്റീവ്, B കണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് C ഓപ്പൺ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ന്യൂട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ VS/2 ആണ് വോൾട്ടേജ്. സോ ഇവിടെ ഈ C എന്ന് പറയുന്ന ഈ നെക്രോസും VS/2 ആയിരിക്കും. സോ ഇവിടെ R equivalent നമ്മൾ എടുക്കുന്ന സമയത്ത് R equivalent മീൻസ് 2 സീരീസ് ആണ്. ഇവിടെ കണക്ഷൻ വരുന്നില്ലല്ലോ, 2 സീരീസ് ആണ്. വിച്ച് വിൽ ബി ഈക്വൽ ടു 2R. I1 എന്ന് പറഞ്ഞ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു VS/R equivalent വിച്ച് വിൽ ബി VS/2R. VAN is equal to VS/2. ഓക്കെ, VAN equal to VS/2 അറിയാം. VBB
VBN is equal to minus I1. മൈനസ് I1 ഈ തിരിഞ്ഞു വരുന്ന സമയത്ത് മൈനസ് I1 ഇൻറ്റു ആർ, അതായത് മൈനസ് VS/2 ആയിരിക്കും. VCN എന്ന് പറഞ്ഞാൽ ഈ ഒരു മീൻസ് എന്താ, സി ഇത് ഓപ്പൺ ആണ്, ഇവിടെയും VS ആണ്, VS/2, ഇവിടെയും VS/2 ആണ്. സോ ഇറ്റ് വിൽ ബി VCN is equal to 0. സിമിലർലി അതർ കേസസ് 1 ഉം 2 ഓൺ ആകുന്ന സമയത്ത് 3, 4, 5, 6 ഓഫ് ആയിരിക്കും. അങ്ങനെയുള്ള റിമൈനിങ് കേസസ്. സോ ഇവിടെയും കറസ്പോണ്ടിങ് നമ്മുടെ ആ ഫിഗർ പഠിച്ചു വെക്കുക. ഓക്കെ, ഡയഗ്രാം ഈ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ഈ ഒരു മീൻസ് എന്താ പറയുക, ഈ ഒരു ചാർട്ട് പഠിച്ചു വെക്കുക. സെയിം ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞ അതിന്റെ കറസ്പോണ്ടിങ് സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇത് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ നമുക്ക് വേവ് ഫോമും ഇതുപോലെ വേവ് ഫോം വരക്കാൻ പറ്റും. അത് ടൈം ഉണ്ടെങ്കിൽ വരച്ചാൽ മതി, പക്ഷേ ഈ ഒരു ചാർട്ട് ഡെഫിനറ്റ്ലി പഠിച്ചു വെക്കുക. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് 120 degree conduction. So now next coming to space vector modulation. എന്താണ് ഈ space vector modulation? So the space vector represents three phase quantities as a single rotating vector where three phases are assumed as only one quantity. അതായത് നേരത്തെ ഒക്കെ നമ്മൾ സിംഗിൾ ഫേസ് ഒക്കെ ആണെന്ന് പറഞ്ഞത്, ഇവിടെ എന്താ 3 ഫേസ് ഉണ്ട്. ആ ഒരു 3 ഫേസിനെയും ഒരു സിംഗിൾ ക്വാണ്ടിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ അതിനെന്താ ഫേസും ഉണ്ടാവും, അതുപോലെ മീൻസ് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. അതായത് ആ സ്പേസ് വെക്ടർ റെപ്രസെന്റ്സ് 3 phase quantities as single rotating vector where 3 phases are assumed as only one quantity. ആ 3 ഫേസിനെയും ഒരു 1 ക്വാണ്ടിറ്റി ആയിട്ടുള്ള വെക്ടർ ആയിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ സ്പേസ് വെക്ടർ എന്ന് പറയുന്നത്, സ്പേസ് വെക്ടർ റെപ്രസെന്റേഷൻ. ഓക്കെ, സ്പേസ് വെക്ടർ മോഡുലേഷൻ ഈസ് അനദർ PWM ജനറേഷൻ പ്രിൻസിപ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു കേസിൽ, ഈ ഇൻവെർട്ടറിന്റെ കേസിൽ നമുക്ക് PWM ഡെഫിനറ്റ്ലി വേണം. ഈ ഒരു സ്പേസ് വെക്ടർ മോഡുലേഷൻ ഈസ് അനദർ PWM ജനറേഷൻ പ്രിൻസിപ്പിൾ. എങ്ങനെയാണെന്നുള്ള ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ടെക്നിക് ഈസ് പ്രൈമർലി എംപ്ലോയിഡ് ഇൻ 3 phase സിസ്റ്റം. ഈ ഒരു സ്പേസ് വെക്ടർ മോഡുലേഷൻ ടെക്നിക് വി ആർ പ്രൈമർലി എംപ്ലോയിഡ് ഇൻ 3 phase സിസ്റ്റം. ഫോർ എവറി 60 degree സ്വിച്ചസ് കണ്ടക്ഷൻ ഹൗ ടു ചേഞ്ച്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ 60 ഡിഗ്രിയിലും ആ സ്വിച്ചിന്റെ കണ്ടക്ഷൻ, അതായത് ഡിഫറെന്റ് സ്വിച്ചസ് ഷുഡ് ബി കണ്ടക്ടിങ് in a pattern. And also microcontrollers with PWM have to program for switching of switches. അതായത് ഈ ഡിഫറെന്റ് സ്വിച്ചസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ജനറലി ഈ PWM എന്ന് പറഞ്ഞാൽ ഈ PWM മൈക്രോ കൺട്രോളർ സ്വിച്ചിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മറ്റേ മൈക്രോ കൺട്രോളർ വെച്ചിട്ടാണ് ഈ PWM വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ആ കറസ്പോണ്ടിങ് വെച്ചിട്ട് അതിന്റെ ഒരു ഉള്ളിലുള്ള ലോജിക് സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കറസ്പോണ്ടിങ് ഡിഫറെന്റ് സ്വിച്ചസിനെ സ്വിച്ച് ചെയ്യുന്നത്, PWM വെച്ച് സ്വിച്ച് ചെയ്യുന്നത്. സോ the main advantage of this space vector modulation is it is suitable for digital implementation. Digital implementation most suitable ആണ് space vector modulation, and it provides higher DC link voltage utilization compared to sinusoidal PWM. നമ്മൾ നേരത്തെ കണ്ടല്ലോ sinusoidal PWM, അതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ higher DC link voltage utilization will be there, and also provide lower harmonic content compared to sinusoidal method. Sinusoidal method ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് lower harmonic content ആണ് in case of space vector modulation. So this is the representation of different phases, that is VA, VB, VC. ഈ 3 ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണിത്. VA, VB, VC. ആ 3 ഫേസിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റിസൾട്ടന്റ് ആണ് ഈ V beta എന്ന് പറയുന്നത്. V beta is the resultant of that. ഈ 3 ഫേസ് will be having a angle of 120 degree. അതായത് VA, VB നമ്മൾ 120, VB, VC തമ്മിൽ 120, VC, VA തമ്മിൽ 120 degree ഫേസ് ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ റിസൾട്ടന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്ന V beta എന്ന് പറയുന്നത്. സോ each phase angle between VA, VB, VC is 120 degree and it will rotate in anti-clock direction. It will be rotating in anti-clockwise direction. ഈ നമ്മുടെ ഒരു V reference വോൾട്ടേജ് ഇവിടെ കൊടുത്തു, അത് കറസ്പോണ്ടിങ് ഈ സ്പേസ് റെപ്രസെന്റേഷൻ, സ്പേസ് വെക്ടർ റെപ്രസെന്റേഷനിൽ അത് കറസ്പോണ്ടിങ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഡിഫറെന്റ് PWM സ്കീമിൽ നമുക്ക് ഈ ഡിഫറെന്റ് സ്വിച്ചസ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത്. പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. So V beta consists properties of all vectors VA, VB, VC. അതായത് ഈ V beta ആണ് റിസൾട്ടന്റ് ഓഫ് VA, VB and VC. Okay, so a 3-phase system defined by VA of t, ഒരു ടൈം ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ VA of t, VB of t, VC of t can be represented uniquely by rotating vector
is given as V, that V beta will be is equal to 2 by 3 into VA of t. അതായത് initially VA of t വേറെ phase difference ഒന്നുമില്ല. Then VB of t into e raised to j 2 pi by 3. ഇവിടെ ഒരു 2 pi by 3 phase difference വരികയാണ്. ഓക്കെ, ദെൻ ഈ കേസിൽ മൈനസ് 2 pi by 3 phase difference വരികയാണ് ഇൻ കേസ് ഓഫ് V3. വേർ 2 by 3 ഒരു നോർമലൈസേഷൻ ഫാക്ടർ ആണ്, കാൽക്കുലേഷൻസ് വെച്ച് കണ്ടുപിടിച്ചാണ് ഈ നോർമലൈസേഷൻ ഫാക്ടർ. സോ VA of t is generally represented as Vm into sin omega t. ഓക്കെ, വേറെ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. ദെൻ VB of t 2 pi by 3, 2 pi by 3 ആണ് അവിടെയുള്ള ഫേസ് ഡിഫറൻസ്. ദെൻ VC of t മൈനസ് 2 pi by 3, മൈനസ് 2 pi by 3, എല്ലാം ഒരു 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് ഇത് തമ്മിലുള്ള, അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ജനറൽ നൊട്ടേഷൻ ഡിനോഷൻ ഓഫ് എ സ്പേസ് വെക്ടർ. സോ ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ ഇൻ 3 phase ഇൻവെർട്ടർ ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന സെയിം ഡയഗ്രം തന്നെ, S1 S3 S5 S4 S6 S2. ഇൻ 3 phase ഇൻവെർട്ടർ 2 switches ഓഫ് സെയിം ലൈൻ കണ്ടക്ട് ഇൻ കോംപ്ലിമെന്ററി മാനർ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് രണ്ട് സ്വിച്ചും, അതായത് ഒരു ലൈനിലുള്ള രണ്ട് സ്വിച്ചും ഷുഡ് നോട്ട് ബി ടേൺഡ് ഓൺ സൈമൾട്ടേനിയസ്ലി. അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക 1 0 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടിനെ നോട്ട് 8 ആയിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതൊരു 3 ബിറ്റാണ് വിചാരിച്ചു, ആ ബിറ്റിനെ കറസ്പോണ്ടിങ് നോട്ട് ഗേറ്റിലേക്ക് കൊടുത്തിട്ടായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ നേരെ കോംപ്ലിമെന്ററി ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് ഇവിടെ 1 കൊടുത്താൽ ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 1 കൊടുത്താൽ ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 1 കൊടുത്താൽ ഇവിടെ 0 ആയിരിക്കും. അതുപോലെ സിമിലർലി ഇവിടെ 0 കൊടുത്താൽ ഇവിടെ 1 ആയിരിക്കും, അങ്ങനെ. ഓക്കെ, സോ 3 switches have to be controlled. ഇവിടെ 3 സ്വിച്ച് ആണ് കൺട്രോൾ ചെയ്യേണ്ടത്. സോ ടോട്ടൽ 8 കോമ്പിനേഷൻ വിൽ ബി പോസിബിൾ. 8 കോമ്പിനേഷൻ ഉണ്ടാവും. 2 raised to 3 which will be equal to 8. 3 സ്വിച്ച് ആണ്, അപ്പോൾ 2 raised to 3 combinations will be there, 1 and 0. So it will be 8 combinations. So here S1 MSB ആയിട്ട് ആക്ട് ചെയ്യും, A B C. ഈ C ഇവിടെയുള്ള C S5 ആയിരിക്കും ഇവിടെയുള്ള LSB. Similarly താഴത്ത് S4 will be act as MSB and S2 will be act as LSB. Okay, so combination will be 0 0 0 0 0 1 0 1 0 0 1 1 0 1 0 0 1 0 1 1 1 0 1 1 1 അങ്ങനെ 8 കോമ്പിനേഷൻ. ആ കറസ്പോണ്ടിങ് കൊടുക്കുന്ന കോമ്പിനേഷൻ നോട്ട് 8 ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ഇവിടെ 1 വന്നിട്ടുണ്ട്, ഇവിടെ 0, അങ്ങനെ. ഓക്കെ, so out of 8 combination, 2 combinations were in all upper switches or all lower switches of each pole are simultaneously on, resulting 0 output voltage. അതായത് ഈ രണ്ട് കേസ്, ഈ 0 0 0 എന്ന് പറയുന്ന കേസിലും 0 0 1 1 1 എന്ന് പറയുന്ന കേസിലും ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വിൽ ബി 0. അതായത് ഇവിടെ 1 1 1 ആ വരുന്ന സമയത്ത് ഇവിടെ 0 0 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ സിമിലർലി ഇവിടെ 0 0 0 വരുന്ന സമയത്ത് ഇവിടെ 1 1 1. ആ രണ്ട് കേസിലും inverter output will be 0. So these two combinations are referred as null states of inverter. ആ രണ്ട് കോമ്പിനേഷൻ പറയുന്നതാണ് null states of inverter. റിമൈനിങ് എത്ര ഉണ്ട്? 2 എണ്ണം കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ള 6 സ്റ്റേറ്റ് ഉണ്ട്. റിമൈനിങ് 6 states are called as active state. Remaining 6 states are called as active state. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 are. So when a particular bit is 1, the high or upper side switch of that leg is on, and when bit is 0, the lower side switch is on. അതായത് ഇവിടെ നമ്മൾ 1 എന്ന് പറയുന്നത് കൊടുത്തിരിക്കുകയാണെങ്കിൽ, 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണ്, അപ്പർ സൈഡ് സ്വിച്ച് ഓൺ ആയിരിക്കും, ലോവർ സൈഡ് സ്വിച്ച് ഓഫ് ആയിരിക്കും. ഇവിടെ നമ്മൾ 0 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അപ്പർ സൈഡ് സ്വിച്ച് ഓഫ് ആയിരിക്കും, ലോവർ സൈഡ് സ്വിച്ച് വിൽ ബി ഓൺ. കോംപ്ലിമെന്ററി, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്വിച്ചിങ് വേർഡ് 101 എന്ന് പറയുന്ന ഒരു സ്വിച്ചിങ് വേർഡ് വിൽ ബി ഇൻഡിക്കേറ്റിംഗ് അപ്പർ ആമിൽ എയും സിയും ഓൺ ആണ്. ഓക്കെ, ലോവർ ആമിൽ ബി ഓൺ ആണ്. മനസ്സിലായോ? കറസ്പോണ്ടിങ് ഇൻവെർട്ടേറ്റ് ആണല്ലോ കൊടുക്കുക. അപ്പൊ അപ്പർ ആമിൽ ഇവിടെ എന്താ, 1ഉം എയും സിയും MSB LSB ഓൺ ആണ്. ലോവർ ആമിൽ നടുവിലത്തെ ബിറ്റ്, അതായത് ബി വിൽ ബി ഓൺ. ഇതാണ് ഈ ഒരു 101 എന്ന് പറയുന്ന സ്വിച്ചിങ് വേർഡ് വിൽ ബി ഇൻഡിക്കേറ്റിംഗ്. സോ ദിസ് ഈസ് ദ ഡിഫറെന്റ് സ്വിച്ചിങ് വേർഡ്സ്. ദാറ്റ് ഈസ് 0 0 0 ആകുന്ന സമയത്ത് എന്താ, മുകളിലത്തെ എല്ലാ സ്വിച്ചും ഓപ്പൺ ആണ്, താഴത്തെല്ലാം ക്ലോസ്ഡ് ആണ്. ദെൻ 1 0 0 എന്ന് പറഞ്ഞാൽ മുകളിൽ S1 ആണ്, S6ഉം S2ഉം താഴത്തെ ലെഗിൽ ഓൺ ആണ്. ദെൻ 1 1 0. സിമിലർലി 8 കേസാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാലോ. Okay, now this is the
സ്പേസ് വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദാറ്റ്. ഇപ്പൊ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഈ 6 സ്വിച്ചിന്റെ സ്പേസ് വെക്ടർ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു V1, V3, V5 ഇതാണ് നമ്മുടെ അപ്പറാം. ദിസ് അപ്പറാംസ് ആർ കോൾഡ് ആസ് പ്രൈമറി സ്പേസ് വെക്ടേഴ്സ്. അതായത് V1, V3, V5 അതാണ് പ്രൈമറി സ്പേസ് വെക്ടേഴ്സ്. ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ 1 0 0 0 1 0 0 0 1. അതായത് നോക്കുക ഇവിടെ 1 1 0 0 0 1 0 ആൻഡ് 0 0 1 അതാണ്. പിന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നെഗറ്റീവ് ആക്സിസിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ V1 ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്താ? V4 ആണ്. V5 ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് V2 ആണ്. ഓക്കെ, അതുപോലെ V3ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് V6 ആണ്. സോ ഇവിടെ ഇപ്പം V1 ഈക്വൽ ടു V5 എന്ന് പറയുന്നത് 0 0 1 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഇതിന്റെ കോംപ്ലിമെന്ററി ആയിരിക്കും 1 1 0. V1 1 0 0 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് V4 വരുന്നത് ഇതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും 0 1 1. സിമിലർലി V3 0 1 0 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് V6 വരുന്നത് 1 0 1 എന്നായിരിക്കും 1 0 1 എന്നായിരിക്കും. പിന്നെ രണ്ട് നേരത്തെ പറഞ്ഞല്ലോ null vectors 1 1 1 and 1 0 0 0 0 is represented here. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുക, ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ പാറ്റേൺസും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെക്സഗണൽ സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. ഈ ഹെക്സഗണൽ സ്ട്രക്ചറിൽ 6 എണ്ണം ആക്റ്റീവ് ആണ്. ഓക്കെ, 6 ലെഗ് ആക്റ്റീവ് ആണ്. സോ ടിപ്പ് ഓഫ് ദ സ്പേസ് വെക്ടർ വെൻ ജോയിൻ ടുഗദർ ഫോംസ് എൻ ഹെക്സഗൺ. ഈ ടിപ്പ് ഓഫ് ദ സ്പേസ് വെക്ടർ ഈ പറഞ്ഞ പോലെ എല്ലാ സ്പേസ് വെക്ടറും വരച്ചതിന് ശേഷം ടിപ്പ് ഓഫ് ദ സ്പേസ് വെക്ടർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡയഗ്രാമാണ് ഹെക്സഗൺ ഡയഗ്രാം. ഹെക്സഗൺ കൺസിസ്റ്റ് ഓഫ് 6 ഡിസ്റ്റിങ്ക്ട് സെക്ടേഴ്സ്. 6 സെക്ടേഴ്സ് 1 2 3 4 5 6 6 സെക്ടേഴ്സ് ഉണ്ട്. സ്പിന്നിങ് ഓവർ 360 ഡിഗ്രി വിത്ത് ഈച്ച് സെക്ടർ ഓഫ് 60 ഡിഗ്രി. എല്ലാ സെക്ടറും 60 ഡിഗ്രിയാണ്. പ്രൈമറി സ്പേസ് വെക്ടേഴ്സ് V1 എന്ന് പറഞ്ഞാൽ 1 0 0, V3 എന്ന് പറഞ്ഞാൽ 0 1 0, V5 എന്ന് 0 0 1 and remaining 3 V4, V6, V2 are secondary space vectors. Space vectors 1 to 6 are called active space vectors and 7 and 8 are called as zero state vector. 1 മുതൽ 6 വരെ ഉള്ളത് active space vector, 7 and 8 is called as zero state vectors. The magnitude of 6 active space vectors will be equal to 2 by 3 VDC. അതായത് നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ കണ്ടിട്ടുണ്ട് magnitude of 6 active space vector will be equal to 2 by 3 VDC. The space vectors are stationary while reference vector V-reference. അതായത് ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്പേസ് വെക്ടർ ഇവിടെ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ഒരു V-reference വെച്ചിട്ട് ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം 1 ഉം 3 ഉം അതിനിടക്ക് V2 വന്നല്ലോ. ഈ V2 എന്ന് പറയുന്നത് വിൽ ബി ഹാവിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് V1 ആൻഡ് V3. അതായത് V1 എന്ന് പറയുന്നത് 1 0 0 ആണ്, V3 എന്ന് പറയുന്നത് 0 1 0 ആണ്. സോ V2 എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഒരു പ്രോപ്പർട്ടിയിലാണുള്ളത്. സിമിലർലി V3 V5 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ V4 എന്ന് പറയുന്നത് വിൽ ബി ഹാവിംഗ് പ്രോപ്പർട്ടി ഓഫ് V3 ആൻഡ് V5, അതായത് 0 1 1. സിമിലർലി V5 ആൻഡ് V1 എടുത്തു കഴിഞ്ഞാൽ V6 വിൽ ബി ഹാവിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് V1 ആൻഡ് V5 1 0 1. ഓക്കെ, സോ ഇവിടെ നമ്മുടെ V റെഫറൻസ് ഉണ്ട്. ഈ V റെഫറൻസ് ആന്റി ക്ലോക്ക് വൈസിൽ ഒരു ഒമേഗ ഫേസ് ആംഗിളിൽ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഡിഫറെന്റ് സ്പേസ് വെക്ടറിൽ എത്തുന്ന സമയത്ത് ഡിഫറെന്റ് സ്വിച്ചസ് വിൽ ബി ഓൺ ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് എ PWM സ്കീം. ഡയഗ്രമാറ്റിക്കലി ഇപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഇതാണ് നമ്മുടെ V റെഫറൻസ് വോൾട്ടേജ്. ഇനീഷ്യലി അത് ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് അത് ഇവിടെ ഇങ്ങനെ ഈ സ്പേസ് വെക്ടറിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഓരോ സ്പേസ് വെക്ടറിൽ എത്തുന്ന സമയത്ത് ഓരോ സ്വിച്ച് വിൽ ബി ഓരോ ഡിഫറെന്റ് കോമ്പിനേഷൻസ് വിൽ ബി ഓൺ. അതിനനുസരിച്ച് നമുക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുകയാണ്. അപ്പോൾ എന്താ, ഒരു സിംഗിൾ സ്പേസ് വെക്ടറിൽ തന്നെ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ V റെഫറൻസ് എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ കറക്കുന്ന സമയത്ത് we will be getting different patterns. So the space vectors are stationary. Space vector stationary ആണല്ലോ. And while the reference vector V reference is rotating at a speed of fundamental frequency of inverter output voltage. Inverter output voltage ന്റെ fundamental frequency യിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് different patterns of PWM നമുക്ക് കിട്ടുന്നു. അതിനനുസരിച്ച് different patterns of switch will be
turned on and turned off. So it circles once for one cycle of the fundamental frequency omega. Of the fundamental frequency ആണ് ഒമേഗ. ആ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ വി റെഫറൻസ് കറങ്ങുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് പി ഡബ്ല്യു സിഗ്നൽസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് സ്വിച്ചസ് വിൽ ബി ടേൺഡ് ഓൺ. സോ ഇത്രയേ ഉള്ളൂ. യു പി എസ് വളരെ സിമ്പിളാണ്. എന്താണ് യു പി എസ് എന്നുള്ളത്? അതിൽ എന്താണ് ഓൺലൈൻ യു പി എസ് ഉണ്ട്, ഓഫ്ലൈൻ യു പി എസ് ഉണ്ട്. ഓൺലൈൻ യു പി എസ് എന്ന് പറയുന്നത് എന്താ? എപ്പോഴും യു പി എസ് സർക്യൂട്ടറി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എപ്പോഴും യു പി എസ് സർക്യൂട്ടറി ആയിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. മറ്റേ എന്താ യു പി എസ് സർക്യൂട്ടറിൽ എന്ത് ഇഷ്യൂ വന്ന കേസിൽ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ലൈൻ വോൾട്ടേജ് ആയിട്ട് കണക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഓൺലൈൻ യു പി എസ് എന്താ എപ്പോഴും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. എന്താ കാരണം? കാരണം എപ്പോഴും യു പി എസ് സർക്യൂട്ടറി ആയിട്ട് കണക്ട് ചെയ്താണ്. സോ വലിയ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസോ ഫ്രീക്വൻസി വേരിയേഷൻസോ സ്പൈക്കോ അങ്ങനത്തെ എന്തെങ്കിലും വരുന്ന സമയത്ത് അത് ഈ യു പി എസ് നമ്മുടെ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഓഫ്ലൈൻ യു പി എസിന്റെ കേസിൽ എന്താ? നേരെ തിരിച്ചാണ്. എപ്പോഴും ലൈൻ വോൾട്ടേജിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇൻ കേസ് ഓഫ് പവർ ഔട്ടേജ് ഓർ പവർ ഫെയിലിയർ ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ലോഡ് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ലോഡ് നമ്മുടെ ഇൻവെർട്ടർ വഴി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെയാണ് ആ കേസിൽ പവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പവർ ഔട്ടേജ് വരുന്ന സമയത്ത് അതാണ് ഓഫ്ലൈൻ യു പി എസ്. പിന്നെ അതിന് കേസിൽ അത് നെക്സ്റ്റ് കേസ് വരുന്നതാണ് നമ്മുടെ 3 ഫേസ് മോഡുലേഷൻ, 3 ഫേസ് ഇൻവെർട്ടർ സർക്യൂട്ട്. ഈ 3 ഫേസ് ഇൻവെർട്ടർ സർക്യൂട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 180 ഡിഗ്രി കണ്ടക്ഷൻ ആണ്, അതുപോലെ 120 ഡിഗ്രി കണ്ടക്ഷൻ ആണ്. 180 ഡിഗ്രി കണ്ടക്ഷന്റെ കേസിൽ എന്താ? അറ്റ് എ ടൈം 3 സ്വിച്ച് ഓൺ ആയിരിക്കും, 3 സ്വിച്ച് ഓഫ് ആയിരിക്കും. ഓക്കെ, 3 സ്വിച്ച് ഓൺ ആയിരിക്കും, 3 സ്വിച്ച് ഓഫ് ആയിരിക്കും. സോ ആ കേസിൽ എന്താ? നമ്മുടെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു സ്വിച്ചിന്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് എന്താ 50% ആയിരിക്കും. അതായത് 180 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമിൽ ഇറ്റ് വിൽ ബി ഓൺ. ഓക്കെ, അതിന്റെ കറസ്പോണ്ടിങ് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും നമ്മൾ പഠിച്ചു. ആ ഒരു ചാർട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് കേസിൽ വരുന്നതാണ് 120 ഡിഗ്രി കണ്ടക്ഷൻ. 120 ഡിഗ്രി കണ്ടക്ഷന്റെ കേസിൽ എന്താ? ഇതാണ് നമ്മുടെ 180 ഡിഗ്രി കണ്ടക്ഷൻ. ഈ ചാർട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ 120 ഡിഗ്രിയിൽ വരുന്ന സമയത്ത് എന്താ? 120 ഡിഗ്രിയിൽ എന്താ? ആകെ 2 സ്വിച്ച് അറ്റ് എ ടൈം ഓൺ ആവുള്ളൂ. സോ ഇറ്റ് വിൽ ബി കണ്ടക്ടിങ് ഫോർ 120 ഡിഗ്രി. ഓക്കെ, ആൻഡ് റിമൈനിങ് 4 സ്വിച്ചസ് വിൽ ബി ഓഫ് അറ്റ് ദാറ്റ് ടൈം. സോ ആ കേസിൽ നമ്മുടെ ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജും വെച്ചിട്ടുള്ള ആ ഡയഗ്രാം നിങ്ങൾ ആ ഡയഗ്രാം അല്ല, ആ ഒരു റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ചാർട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് വരുന്ന എന്താണ്? സ്പേസ് വെക്ടർ മോഡുലേഷൻ. സ്പേസ് വെക്ടർ മോഡുലേഷൻ നിങ്ങൾക്കറിയാം. അതായത് ഈ 3 ഫേസിനെ നമുക്കൊരു സിംഗിൾ ക്വാണ്ടിറ്റി ആയിട്ട് ഒരു സിംഗിൾ സ്പേസ് വെക്ടർ ആയിട്ട് നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാണ്. ആ റെപ്രസെന്റ് ചെയ്തിട്ട് എന്താണ്? ആ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നത്, ലാസ്റ്റ് കണ്ടിരിക്കുന്നത്. ആ റെപ്രസെന്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വി റെഫറൻസ് വോൾട്ടേജ് വെച്ചിട്ട് ആന്റി ക്ലോക്ക് വൈസിൽ ഈ ഒരു സ്പേസ് വെക്ടർ മോഡുലേറ്റ് ചെയ്യുന്ന സമയത്ത് we will be getting different PWM schemes and also based on that different patterns of switch will be on and off. So this is very simple. just ഈ വീഡിയോ ഒന്ന് കാണുക. വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗുഡ് ലക്ക്. എല്ലാവരും നന്നായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.